എല്ലാവർക്കും നമസ്കാരം. കുറേ നാൾക്ക് ശേഷമാണ് വിക്രത്തിൻ്റെ കരിയറിൽ ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ വന്നിരിക്കുന്നത്. ആ പടമാണ് എസ് അരുൺകുമാർ ഡയറക്റ്റ് ചെയ്ത VDS അഥവാ വീർ ധീരസൂരൻ. ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഒരുപാട് തിയേറ്റേഴ്സ് ഒന്നുമില്ല. കാരണം ഇതുമായിട്ട് ക്ലാഷ് വെച്ചിരിക്കുന്നത് മോഹൻലാലൊക്കെ അഭിനയിച്ച ചെറിയൊരു സിനിമയാണ്. പക്ഷേ ഈ പടത്തിന് കിട്ടിയ മെയിൻ പണിയെന്ന് വെച്ചാൽ അതൊന്നുമല്ല. ഫസ്റ്റ് ദിവസം എന്തോ കേസൊക്കെ ആയിട്ട് അതിൻ്റെ ഷോ ഒക്കെ ഭയങ്കരമായിട്ട് വൈകിട്ട് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അപ്പം തൊട്ട് ഫുൾ പോസിറ്റീവ് റിവ്യൂസാണ് ഈ പടത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് ഈ പടം ഇന്ന് ഞാൻ പോയി കാണുന്നത്. പടത്തിൻ്റെ പ്ലോട്ട് ഭയങ്കര ടിപ്പിക്കൽ സിമ്പിൾ പ്ലോട്ടാണ്. അതായത് പണ്ട് ഗാങ്സ്റ്റർ ആയിരുന്ന നായകൻ ഇപ്പം ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. പക്ഷേ ഒരു പോയിന്റിൽ പിന്നെയും പുള്ളിക്ക് ഇതിലോട്ടൊക്കെ ഇറങ്ങേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അവരത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കുഴപ്പമില്ലായിരുന്നു. ഇതിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം, അതായത് വിക്രം, പിന്നെ പോലീസിൻ്റെ സൈഡ്, ഗാങ്സ്റ്റർ സൈഡ്, അവരൊക്കെ ഉള്ള ഒരു കോൺവെർസേഷൻ, അതൊക്കെ എനിക്ക് വർക്കായി. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സുരാജ് വെഞ്ഞാറ മൂടാണ്. എൻ്റെ പൊന്നോ, പുള്ളിക്കാരൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി, ലുക്ക്, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, നമ്മൾ മലയാളം പടത്തിൽ പോലും പുള്ളി ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിക്രം അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു പെർഫോമൻസ്, സ്വാഗ്, ആ ഒരു ബോഡി, ടോപ്പ് നോച്ച്. പിന്നെ ഉള്ള ആളാണ് SJ സൂര്യ. എനിക്ക് ഈ പടത്തിൽ തോന്നിയ മറ്റൊരു മെയിൻ പോസിറ്റീവ് എന്ന് വെച്ചാൽ ബാക്കി പടങ്ങൾ പോലെ എന്നുള്ള ആ ഒരു അലർച്ച പുള്ളി ഇതിൽ കാണിക്കുന്നില്ല ഒരുപാട്. അത് നന്നായി. GV പ്രകാശിൻ്റെ മ്യൂസിക്കും BGM എല്ലാം കൊള്ളായിരുന്നു. എന്നോട് പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി പടം, തിയേറ്റർ മസ്റ്റ് വാച്ച്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്കിതൊരു വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ഡൈ ഹാർഡ് വിക്രം ഫാൻ അല്ലാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ അടുത്തിരുന്ന പുള്ളിയൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അതായത് പടത്തിൻ്റെ ഒരു പോർഷനിൽ വിക്രത്തിൻ്റെ മുമ്പുള്ളൊരു പടത്തിലെ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് കത്തിയില്ല. പക്ഷേ എൻ്റെ അടുത്തിരുന്ന ആൾ ഒറ്റ ഒരു അലർജി അലറിയിട്ട് പിന്നെ അങ്ങേര് പടം തീരുന്നവരെ സീറ്റിൻ്റെ അറ്റത്തിരുന്ന ആൾ കണ്ടത്. അപ്പോൾ അതൊക്കെ സബ്ജക്റ്റീവല്ലേ, എനിക്ക് അത്രയൊന്നും തോന്നിയില്ല. ഇതങ്ങനെ ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ഉള്ളൊരു പടമല്ല. നിങ്ങളിങ്ങനെ കുറേ നേരം ഹൈയിലിരുന്ന് പടം കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പടമല്ല. പിന്നെ എനിക്ക് പടത്തിൻ്റെ ഇൻ്റർവെല്ല് പേഴ്സണലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഇൻ്റർവെല്ല് കാണിക്കുന്ന ആ ഒരു സീൻ മനസ്സിലായി, ഒറ്റ ഒരു ഷോട്ട് എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ ഒപ്പീനിയൻ. എമ്പുരാനാണോ ബെസ്റ്റ്, ഇതാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാണാനാണോ തോന്നുന്നത് അത് പോയി കണ്ടോ. സമയമുണ്ട് രണ്ടും പോയി കണ്ടോ.